ഹേ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ യുവർ കൊറിയൻ ഗേൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി ആമിയുടെ യാത്ര പറച്ചിലിൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആമിയെ സംബന്ധിച്ച് ഏറ്റവും ടാസ്ക് ഉള്ള കാര്യം, അവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, അവളുടെ സ്കൂളിൽ യാത്ര പറയാന്നുള്ളത്. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 ടീച്ചേഴ്സാണ് ഈ നിൽക്കുന്നത്. അവൾ അംഗൻവാടിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ടീച്ചേഴ്സ് അവളെ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഏത് സമയവും വീട്ടിൽ വന്നാൽ ടീച്ചേഴ്സിൻ്റെ പേര് പറഞ്ഞ് അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയെന്ന് പറയാൻ മാത്രമേ നേരമുള്ളൂ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സത്യം പറയാലോ, എനിക്ക് ഒരു ടീച്ചറിനെ പോലും ഇത്ര അധികം ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞാൻ പഠിച്ച ഒരു സ്കൂളിലും ഞാൻ എപ്പോഴും ഒരു ബാക്ക് ബെഞ്ചറായിരുന്നു. ടീച്ചേഴ്സിനും എന്നോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എനിക്കും ടീച്ചേഴ്സിനോട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ആമയോട് ഈ ടീച്ചേഴ്സ് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അവൾ പോകുന്ന സ്കൂൾ വാനാണ്. സ്കൂൾ വാനിൽ അങ്കിളിനോട് ആൻറ്റിയോടൊക്കെ ടാറ്റ പറയാണ്. എല്ലാവർക്കും ആമയെ ഇത്രയും ഇഷ്ടമാണെന്ന് കാണുമ്പോൾ എനിക്ക് ശരിക്കും അവളുടെ അമ്മയായാലും അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് ആമയിലെ സ്കൂൾ ഉറങ്ങിപ്പോയതുപോലെയാണെന്നൊക്കെ കേൾക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചത് വലിയൊരു അവാർഡ് കിട്ടിയ പോലെ ആയിരുന്നു. ഇതാണ് അവളുടെ LKGയിലെ ക്ലാസ് ടീച്ചർ. ദേ അപ്പുറത്തിരിക്കുന്നതാണ് അവളുടെ ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചർ. ആമയുടെ ഈ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്മേറ്റാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ പോലും ഇത്രയും ബോണ്ടില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർഷം പഠിച്ചവരാണ്. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ തമ്മിലില്ലാത്തൊരു ബോണ്ടാണ് ആമയും അവളുടെ ടീച്ചറും തമ്മിലുള്ളത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എത്രയൊക്കെ എന്തെന്നൊക്കെ പറഞ്ഞാലും ടീച്ചേഴ്സ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം ഭയങ്കരമാണ്. ആമി സ്കൂളിൽ പോയതിന് ശേഷം, ഇത് പാപ്പാല ഗവൺമെൻറ് LPS ആണ്, ഇവിടെ പോയതിന് ശേഷം അവൾക്കുണ്ടായ മാറ്റങ്ങൾ ഒരുപാടായിരുന്നു. എല്ലാം നല്ല തരത്തിലുള്ള മാറ്റങ്ങളാണെന്ന് ആലോചിക്കുമ്പോൾ അവിടെ കൊണ്ട് ചേർത്താൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ യാത്ര പറഞ്ഞ് അവർ തന്നെ അവളെ കൊണ്ടുവന്ന് ഞാൻ വണ്ടിയിൽ അവളെ കൊണ്ടുപോകുന്നത് വരെ കൂടെ ഉണ്ടായിരുന്നു, യാത്രയാക്കി. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ടീച്ചേഴ്സ് കൊടുത്ത ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കലായിരുന്നു അടുത്ത പരിപാടി. എന്നോട് വാതോരാതെ പറയുന്നുണ്ടായിരുന്നു, ആന ടീച്ചർ അത് തന്നു, സുജി ടീച്ചർ ഇത് തന്നു, ആൻറ്റി അത് തന്നു, ഇത് തന്നു ഒക്കെ പറഞ്ഞിട്ട് അമ്മ എങ്ങനെയെങ്കിലും വീട്ടിൽ എത്തിയാൽ മതി എന്നുള്ളൊരു വെപ്രാളത്തിലായിരുന്നു. ഈ ഗിഫ്റ്റ് അവളെ ശരിക്കും വണ്ടടുപ്പിച്ചിട്ട് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. പക്ഷെ എന്നോട് പറഞ്ഞു ആന ടീച്ചർ എന്തോ ഒരു ഫോട്ടോയാണ് തന്നേക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചത് ആമയുടെ മാത്രം ഒരു ഫോട്ടോയെന്നാണ്. പക്ഷേ അന്ന് തന്നെ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്ത് ആമയെ ശരിക്കും സർപ്രൈസ് ആക്കി കളഞ്ഞു. ഗൾഫിലേക്ക് പോരുമ്പോൾ ഇതും കൂടി കൊണ്ടേ വരുമെന്ന് ഒറ്റ വാശിയിലായിരുന്നു. ഇതേ അടുത്തൊരു ഗിഫ്റ്റാണ്. എല്ലാ ഗിഫ്റ്റും കിട്ടുമ്പോൾ ആമയുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം എന്നെ വല്ലാണ്ട് ഹാപ്പിയാക്കി. ആ സ്കൂളിലുള്ള എല്ലാവരും അവളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ ഒത്തിരി പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുന്ന കാര്യം, അവളുടെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂളായിരുന്നു എന്നുള്ള കാര്യമൊന്നും ഒത്തിരി പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് ഒരുപാട് പേര് പരാതി പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അമ്മ എന്നുള്ള രീതിക്ക് എനിക്ക് ശരിക്കും സന്തോഷമുണ്ട് കേട്ടോ. ഇതേ അടുത്ത ഗിഫ്റ്റാണ്. ഓൾറെഡി അവൾക്ക് 2-3 ബോക്സ് ഉള്ളതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്യാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഒരു വിഷമം അവളുടെ മുഖത്തുണ്ട്, ഞാൻ തുറക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ. അങ്ങനെ ഓരോ ഗിഫ്റ്റും പൊട്ടിച്ച് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അവൾക്ക് മറ്റൊരു വാക്ക് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളൊരു വാട്ടർഫോൾസിൽ കൊണ്ടുപോയേക്കാന്ന്. അപ്പോൾ ആ വാക്ക് കൂടി പാലിച്ചേക്കാന്ന് ഞാനങ്ങ് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി അതാണ്. ഞാൻ വാട്ടർഫോൾസിൽ പോകുന്നു. വാട്ടർഫോൾസിൽ പോണ എന്തൊരു വിശേഷോടാ? കുളിക്കാൻ പോണ? വീട്ടിൽ വെള്ളമില്ലേ? അവിടെ കൊറേ ദിവസമായി അവിടെ നിന്ന് വിളിച്ചിട്ട്. അതൊന്നും അവിടെ പോയി കുളിക്കാൻ പോണു. അമ്മേ വരുന്ന അമ്മ വന്നാലേ നമ്മളും പോകും. കൊണ്ടുപോയി ഹാപ്പി ആക്കണമെന്ന് ഉദ്ദേശിച്ചത് ആമയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഞാനായിരുന്നു. എനിക്ക് പിന്നെ ഈ കാടും മലയും പുഴയും തോടൊക്കെ പണ്ടേ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്ത് കൂടുതൽ അച്ഛനും അമ്മയുണ്ട് ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞ് സ്റ്റില്ലടിച്ച് നിൽക്കുകയാണ് 2 പേരും. അങ്ങനെ ആ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാട്ടർഫോൾസിന് എത്തിയപ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി എല്ലാവരുടെ യാത്ര പറയലായിരുന്നു. എല്ലാവരുടെ യാത്ര പറഞ്ഞ് ആമി ഇപ്പോൾ എല്ലാം മനപ്പാടാക്കി. ഫ്ലൈറ്റിൻ്റെ സമയവും ചെക്ക് ഇൻ ചെയ്യേണ്ട സമയവും അങ്ങനെ എല്ലാം മനപ്പാടാക്കി എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഹോസ്പിറ്റലിൽ വന്നാൽ അവൾക്ക് ഏറ്റവും എപ്പോഴും വേണ്ടൊരു സംഭവമാണ് അവിടെ ഊഞ്ഞാലാടുക എന്നുള്ളത്. അതിപ്പോൾ പനിയായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ കൂടി അവൾ ഊഞ്ഞാലാടിയിട്ടേ അവിടെ നിന്ന് വരാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ചെറിയ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണി അവളെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സന്തോഷം കുറച്ചൊന്നും ആയിരുന്നില്ല. അങ്ങനെ കാത്തിരുന്ന് ആവണി എത്താൻ ലേറ്റാവുന്ന ഓരോ മിനിറ്റും എന്താ വരാത്തെന്ന് പറഞ്ഞ് ചോദിച്ച് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അവിടെ നടന്ന ഒരു ചരിത്രമായിരുന്നു. ആ വീടിനടുത്ത് തിരിച്ചു വെച്ചില്ല എന്നേ ഉള്ളൂ 2 പേരും. അവരുടെ ലോകം അത് അവർ മാത്രമുള്ള മറ്റൊരു ലോകമാണ്. അതിന് ചുറ്റും നമ്മൾ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരൊക്കെ ഉണ്ടോ അതൊന്നും അവർ മൈൻഡ് ചെയ്യാറേ ഇല്ല. ഈ കളങ്കമില്ലാത്ത അല്ലെങ്കിൽ നാളെക്കുറിച്ചൊരു ചിന്തയോ പേടിയോ ഒന്നുമില്ലാത്തവരുടെ സ്നേഹം കാണുമ്പോൾ
ഭയങ്കര സന്തോഷമുണ്ട്. ഇത് എന്നും എപ്പോഴും ഇതിങ്ങനെ തന്നെ നിലനിൽക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാളെ പോവാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ മിക്കവാറും ഒരു യാത്ര പറച്ചിലിൻ്റെ വീഡിയോ ആയിരിക്കില്ല, ഞങ്ങൾ പുറപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു. അപ്പോൾ ഇത് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.